ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹെലൻസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ എവിടെ വന്നിരിക്കുന്നതെന്ന് അറിയോ? തൃശ്ശൂർ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുനിയാട്ടുകുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ഓടിക്കളിച്ച് നടന്ന് വളർന്ന സ്ഥലമാണിത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. കാരണം ഇവിടെയുള്ള ആൾക്കാരൊക്കെ പണ്ടത്തെ അപേക്ഷിച്ച് ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഒത്തിരി അധികം ആൾക്കാരിലേക്ക് ഈ സ്ഥലം ഇനിയും എത്താനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിയറകളില്ലേ, മുനികൾ തപസ് ചെയ്തിട്ടുള്ള മുനിയറ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ക്ലിപ്സും കാര്യങ്ങളും കാണിക്കാം കേട്ടോ. മുനികൾ തപസ് ചെയ്തിട്ടുള്ള മുനിയറയുണ്ട്. പണ്ട് ഒത്തിരി അധികം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ബാക്കിയുള്ളൂ. ശരിക്കും എടുത്ത് കാണാനെന്ന് പറയാന്നുണ്ടെങ്കിൽ ഒരു മുനിയറേ ബാക്കിയുള്ളൂ. പിന്നെ കുഞ്ഞു കുഞ്ഞു മുനിയറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മോളിൽ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞൊരു അമ്പലവും അതുപോലെ തന്നെ ഒരു കുരിശടി ഉണ്ട്. പിന്നെ നമുക്കൊരു കൊക്ക പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര നല്ലതാണ്. അപ്പം നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് വരാട്ടെ. പിന്നെ ഇവിടെ ഒത്തിരി അധികം ആൾക്കാർ സ്വാദ ഉള്ളതിനേക്കാളും ഇന്ന് വന്നിട്ടുണ്ട്. നോട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടാ. അറിയിപ്പ്: ഈ സംരക്ഷിത സ്മാരകങ്ങൾ കേടുവരുത്തുകയോ വിരൂപമാക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും 1968 പ്രാചീന സ്മാരക പുരാവസ്തു സങ്കേത പുരാവിഷ്ട നിയമത്തിലെ 30-ാം വകുപ്പ് പ്രകാരം 3 മാസത്തോളം വരാവുന്ന കഠിന തടവോ 5000 രൂപയോളം വരാവുന്ന പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ വിധിക്കപ്പെടുന്നതായിരിക്കും ജില്ലാ കളക്ടർ. ഈ വെള്ളം ഒഴുകുന്ന കണ്ടോ? ഞങ്ങള് ചെറുപ്പത്തില് ഇവിടെ ഓടി കളിച്ച് ഇവിടെ ഇതിൽ കൂടെ നടക്കുമ്പോ ഇതിൽ കൂടെ വെള്ളം വർഷത്തിൽ നല്ല ശക്തിയിൽ മുകളിൽ നിന്ന് ഒഴുകും ഇങ്ങോട്ട് താഴോട്ട്. അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടിയിട്ട് ഇതിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഒഴുകും. നല്ല പായല് തെന്നല് കണ്ട, ഭയങ്കര തെന്നലാണ്. ഇവിടെ കാല് കുത്തി താഴെ എത്തിയാലേ അറിയുള്ളൂ, അത്രയും സ്പീഡിൽ പോവും. അപ്പൊ വെള്ളത്തിന്റെ ഒഴുക്കും പായലും കൂടി ആവുമ്പോ താഴോട്ട് എത്തുന്നത് അറിയില്ല. അങ്ങനെ കൊറേ ഒഴുകി കളിച്ചിട്ടുണ്ട്. അപ്പൊ ഒടിയില്ലേ? നടുടിയില്ലേ? നടുവൊന്നും ഒടിയില്ല. അതൊക്കെ എങ്ങനെ കേറി വരുമ്പോ തന്നെ കാണാട്ടോ, അവിടെ ഇങ്ങനെ ഒരു കുരിശ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മുനിയാട്ടുകുന്ന് എന്ന് പറയുന്നത്. നിറച്ച പാറയാണ് കാണാൻ. അമ്മയാണ് അറ്റത്ത് കൂടെ പോകുന്നത് കേട്ടോ. ഗ്രൗണ്ടിലെ ആൾക്കാരുടെ ഒച്ചയൊക്കെ കേൾക്കാം. കാരണം ഒത്തിരി അധികം ആൾക്കാർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ്. അപ്പൊ നിങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങോട്ടേക്കൊക്കെ ഇറങ്ങാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിലെ ആൾക്കാരുടെ ചിരിയൊക്കെ കേൾക്കാം. ഇവിടെ അമ്മയുണ്ട്. ഞാനൊക്കെ പണ്ട് ഇതിൽ കൂടെ കേറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഞങ്ങള് വന്നിട്ട് തുണി അലക്കും. ഇത് കണ്ടോ? തുണി അലക്കുമ്പോ സ്ഥലം കണ്ടോ? അമ്മ എന്നെ കുഞ്ഞിലെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും മാറി മാറി ഞങ്ങള് തുണി അലക്കും. ആരൊക്കെ വരുന്ന ആൾക്കാർ ഫസ്റ്റ് വരുന്നവർ ഇവിടെ പിടിക്കും, സെക്കൻഡ് വരുന്നവർ അവിടെ പിടിക്കും. പിന്നെ അങ്ങനെ ഇവിടെ അലക്കും കുളിയായിരുന്നു. ഈ നേരം ആകുമ്പോ വൈകുന്നേരം ആകുമ്പോ ഞങ്ങള് കേറും അലക്കാനും കുടിക്കാനും. ആ ഒരു കുഞ്ഞു കുഴിയൊക്കെയാണ് ഇവിടുന്ന്. അപ്പൊ അത്ര പെരുത്ത് വെള്ളം ഉണ്ടാവും അമ്മ ഇവിടെ? ഇതിന് നല്ല ഉറവയുള്ള ഒരു കുഴിയത്. അപ്പൊ അത് കാരണം ഉറവയിൽ ഇങ്ങനെ വെള്ളങ്ങൾ വന്നോണ്ടേയിരിക്കും. വേനലായാലും നല്ല വേനലാവുമ്പോ പറ്റൂട്ടോ. താറാവാണ്. താറാവ് തവളയാണ് കരയണേ. തവളന്ന് ഉദ്ദേശിച്ച താറാവുന്ന വന്നത് തവള കരഞ്ഞു തുടങ്ങി കണ്ട. അപ്പൊ ഇതാണ് നമ്മുടെ പാറാട്ട. ഇപ്പൊ ഇവിടുന്ന് ആൾക്കാർ ഇറങ്ങി. ഇപ്പൊ നോക്കി നല്ല രസമല്ലേ? ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാല് കുഴപ്പമില്ലല്ലേ? ആൾക്കാരൊക്കെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ സീനൊന്നും ഇല്ല. നമുക്ക് സുഖമായിട്ട് കണ്ട ആ വ്യൂ നോക്ക്. നല്ല അടിപൊളിയാണ്. ഒത്തിരി അധികം ആൾക്കാരുണ്ട് ഇട്ടെന്ന് ഇവിടെ. അപ്പൊ ഞാൻ അത് കാരണം നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ അമ്മാമ്മയ്ക്ക് താഴെ ഒരു കടയുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കേടി, വേഗം പോയിട്ട് വാടി, ഇപ്പൊ 5:30 കഴിഞ്ഞു. അപ്പൊ അപ്പോഴേക്കും പോയിട്ട് വായോന്നും പറഞ്ഞിട്ട്. ഞാൻ സത്യം പറഞ്ഞത് എൻ്റെ അമ്മ വീട്ടിന്റെ തൊട്ടടുത്താണെങ്കിലും ഞാൻ ആകെ ഇതിന്റെ പുറത്ത് ഒരു 1, 2, 3 വട്ടം കയറിയിട്ടുള്ളൂ. കാരണം എന്നെയൊന്നും അങ്ങനെ കുഞ്ഞിലേക്ക് എത്തിക്കാറില്ല. അപ്പൊ അത് കാരണം ഞാൻ 2-3 വട്ടം വന്നിട്ടുള്ളൂ. വലുതായതിന് ശേഷമൊന്നും വന്നിട്ടില്ല. അപ്പൊ അത് കാരണം എനിക്ക് ചെറിയ ചെറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ കുഞ്ഞിലെ കണ്ടത് കേട്ടാ. അമ്മയൊക്കെ ഇഷ്ടം പോലെ ഓടി നടന്നിട്ടുണ്ട്. എനിക്കത് കാരണം കയറാൻ പറ്റണില്ല. അമ്മയാണെങ്കിൽ പടേന്ന് പറഞ്ഞിട്ടാ കയറി പോണത്. ഹലോ മിസ്റ്റർ, എന്നെയും കൂടെ ഒന്ന് പിടിക്കടോ. നോക്ക്, ഇരുട്ട എന്നെ പിടിക്കാണ്ട്. അയ്യോ എന്നെ ദൈവമേ. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ചെറിയൊരു തൂളല് കാണാം. എങ്ങനെയുണ്ട് കണ്ട? ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ നിങ്ങൾ വന്ന് നോക്കണം. ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യേണ്ടതാ. ഇനി നമ്മൾ ഇവിടെ മുനിയറ കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ സ്ഥലം. ഹെലൻ ചെറുതായിരുന്നപ്പോഴേ അവൾക്ക് ഇന്നും പനിയും ചുമയൊക്കെയാണ്. ടോൺസിലൊക്കെ ഉണ്ടായിരുന്നോണ്ട് അത് കാരണം അവളെ ഈ പാറയിൽ ഞാൻ അങ്ങനെ കയറ്റിയിട്ടില്ല. 1, 2 വട്ടം കഷ്ടി ഇവിടം വരെ എങ്ങാണ്ട് കയറ്റിയിട്ടുള്ളൂ. അല്ല, ഞാൻ മോളിൽ കയറിയിട്ടുണ്ട്. 1, 2 വട്ടം കയറിയ ഓർമ്മ ഉണ്ട് എനിക്ക്.
അന്നാളില് എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ ഒരു ഞാനിവിടെ പശുവിനെ ആടിനെയൊക്കെ തീറ്റാൻ വരുമായിരുന്നു. ഈ പാറപ്പുറത്ത് ഒത്തിരി പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കും, പാട്ട് പാടും. അങ്ങനെ എൻ്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിയുണ്ട്, ഞാൻ പോരുമ്പോൾ ഒക്കെ എൻ്റെ പുറകെ പോരും. അവൻ ഭയങ്കര ബുദ്ധിമാനും സ്നേഹമുള്ളവനാണ്. ഞങ്ങൾ വീട്ടിൽ വഴക്ക് കൂടുമ്പോൾ അവൻ ഞങ്ങളെ ഈ ഡ്രസ്സുമ്മ പിടിച്ചിട്ട് കടിച്ച് വലിച്ച് നീക്കി നിർത്തുമായിരുന്നു. ആദ്യം അവൻ നോക്കും, ചിലപ്പോൾ കളിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ സീരിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. രണ്ടുപേരുടെ മുഖത്തേക്ക് ഞങ്ങളുടെ മാറി മാറി നോക്കും ഞങ്ങൾ വഴക്ക് കൂടുമ്പോൾ. അപ്പോൾ അങ്ങനെ സീരിയസ് ആണ് കണ്ട അവൻ അപ്പോൾ വലിച്ചു മാറ്റി നിർത്തി സെൻറ്ററിൽ കയറി നിൽക്കുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു. അവനിപ്പോൾ എനിക്ക് അമ്മ പറഞ്ഞിട്ട് ഓർമ്മയുണ്ട്, വടിയൊക്കെ അവൻ ഒടിച്ച് കളയാറുണ്ട്. വടിയൊക്കെ ഒടിച്ച് കളയും, പേടിച്ച് കയ്യിൽ നിന്ന് കടിച്ച് പിടിച്ച് വലിച്ചു പിടിക്കും. ഒരു ദിവസം ഇവനെയും കൊണ്ട് പശുവിനെ തീറ്റാൻ വന്നപ്പോൾ ഈ പാറയിടുക്കിൽ ഒരു മൊയിലിനെ ഓടിച്ചിട്ട് ഇവൻ പാറയുടെ ഇടുക്കിൽ കയറ്റി വെച്ചേക്കുക. അപ്പണ്ട് ഞാൻ വന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവനെ കാണാനില്ല. ഞാൻ കുറേ ഇവനെ വിളിച്ചു, ഇവൻ വരുന്നില്ല. ഒടുവിൽ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ഈ മുനിയറയുടെ അടുത്ത് ഓടി വന്നു നിന്നിട്ട് എന്നെ കതച്ചുകൊണ്ട് ഇങ്ങനെ ഓടുകയാണ്. അവൻ അങ്ങോട്ട് ഓടുകയാണ്. അപ്പോൾ പലതവണ അങ്ങനെ കാണിച്ചപ്പോൾ ഇവൻ എന്താണ് ഈ ഓടുന്നതെന്ന് ഓർത്ത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് പാറയിടുക്കിലൊരു പാവം മൊയിലിനെ ഓടിപ്പിച്ച് വെച്ചേക്കുന്നു. മിടുക്കനാണല്ലോ. എന്നിട്ട് എന്നെ കാണിച്ചു തരാണ് അവൻ. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാട്ടാ, അടിപൊളിയാണ്. സെറ്റല്ലേ, എനിക്കിങ്ങനെ ഒരു സ്വർഗത്തിൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥ. നല്ല കാറ്റും കണ്ടോ. അവിടെ പാലപ്പള്ളി എസ്റ്റേറ്റ് ആണ് ആ കാണുന്നത്. അവിടുത്തെ മൂത്ത റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ചിമ്മിനിയുടെ ആ ഭാഗമൊക്കെയാണ് ആ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. ഇത് സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാ ഇതുകൊണ്ട് അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഭാഗമാണ്. പിന്നെ റൈറ്റ് സൈഡ് ഭാഗം കാണുന്നത് ഇഞ്ചക്കൊണ്ട് പള്ളി, കോടാലി ആ ഭാഗമൊക്കെയാണ് ആ റൈറ്റ് സൈഡ് കാണുക. ഇവിടേക്ക് എന്തെങ്കിലും കാണിക്കാണ്ട താഴെ പോലെയുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ ഞാൻ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. പേടിയും കണ്ടു നിങ്ങൾ ഒരു ദിവസം വന്നോളൂ കേട്ടോ. ഇനി ഇവിടെ അത്രയ്ക്കുണ്ടാ? എവിടെ? ഇവിടെയാ? എന്നെ പിടിച്ചോട്ടാ, ഞാനെങ്ങാനും ഇതിന്റെ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാ പറയാൻ പറ്റില്ലല്ലോ. അമ്പോ അമ്മ ഇത് ശരിക്കും വീഴുവോ? ചെരുപ്പ് തന്നെയോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ റിസ്കി ആയിട്ടുള്ള ഇല്ലാതെ ഞാൻ പോകുന്നില്ല. ഞാൻ വീടാമ്മ ഇത്തിരി കൂടെ ഇറക്കിയേക്കാം, ഞാൻ വീടില്ല. ഇത്തിരിയും കൂടെ ഇറങ്ങിയാ മതി അമ്മേ, ഇച്ചിരി കൂടെ ഇറങ്ങാൻ കാണാൻ പറ്റില്ല. അത് പെട്ടെന്ന് താഴോട്ടുണ്ട്. താഴ്ഭാഗം നല്ല താഴ്ചയാണ് ഈ പാറയുടെ. മതി ഹെലൻ. റിസ്കി ഷോട്ട് ആയതുകൊണ്ട് എന്നെ കൊണ്ട് എടുപ്പിക്കണില്ല, എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ല. അങ്ങനെയൊന്നും താഴെ പോവില്ല, ഭയങ്കര പേടി. അത് കാരണം എന്നെ ഇത് നോക്ക്, കൈ എന്നെ മുറുക്കി പിടിച്ചേക്കാം. സെറ്റില്ലേ, മേഘം തൊട്ടടുത്താന്ന് തോന്നുന്നു നമുക്കല്ലേ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മുനിയറയാണ്. നമ്മുടെ മുനികൾ ഇരുന്ന് തപസ് ചെയ്തിട്ടുള്ള നമ്മുടെ മുനിയറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്കിപ്പോൾ കാണാം. ഇതാണ് നമ്മൾ കാണുന്ന മുനിയറ. ഇതാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന മുനിയറ. കണ്ട, ഇതിനകത്ത് സുഖമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. നമുക്ക് നിവർന്നിരിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കിടക്കുകയും ചെയ്യാം. ഞാൻ കിടക്കണില്ല, ഇവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏകദേശം എങ്ങനെ പോയാലും 2000 വർഷത്തിന് മേലെ പഴക്കമുള്ള സാധനമാണ് കേട്ടോ. അപ്പൊ അന്ന് മുനിമാര് ഇങ്ങനെയൊക്കെ ആയിരിക്കും, എങ്ങനെയാണ് ഇരുന്നുണ്ടാവുക, ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടായിരിക്കും ഇവര് അന്ന് തപസ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഈ ഒരെണ്ണാണ് കേട്ടോ വലിയതായിട്ട് ഇവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം ഇപ്പൊ കാണാനൊന്നും ഇല്ല. പിന്നെ ഇതിന്റെ അപ്പുറം ഇപ്പുറം കുറച്ച് പൊളിഞ്ഞതാണെങ്കിലും കുഞ്ഞ് 2 മുനിയറ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണില്ല. ഞാൻ ഇനി ഇറങ്ങാം അമ്മ, അപ്പൊ അമ്മയ്ക്ക് ഇതിന്റെ അകത്തൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ അകം. ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം അല്ലേ? ഒരാൾക്ക് സുഖമായിട്ട് നിവർന്ന് കിടക്കാം. എന്റെ ദൈവമേ, പറയണത് ഇത് മുനിയുള്ള സമയത്ത് തന്നെ ഉള്ള മുനി തന്നെ വെച്ചേക്കണ ഇതൊക്കെയാണെന്നാണ് അമ്മ പറയണത്. എനിക്കറിയില്ല, എന്തായാലും അമ്മ പറഞ്ഞിട്ടുള്ള ആ കുഞ്ഞു മുനിയറ ഇതാണ്. ഇല്ല, എനിക്ക് എന്നെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ വലിയ ഇഷ്ടം. അത് കാരണമാണ് ഞാൻ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ അത് കാണിക്കാം കേട്ടാ. എല്ലാവരും ഒരു വട്ടമെങ്കിലും വന്നിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര പേർക്ക് മുനിയാട്ടുകുന്ന് നേരത്തെ അറിയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊരു റീലിപ്പോൾ വൈറലായിട്ടില്ലേ, നീ ഏതാടാ നീ ചോദിക്കുമ്പോൾ ഇനി നീ ഏതാന്ന് ചോദിക്കണ ഏതൊരു സാധനമില്ലേ, ഡയലോഗ് ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ അത് ഇവിടെ വെച്ച് എടുക്കായിരുന്നു. ഇതാണ് വഴി. അമ്മയ്ക്ക് വഴി അറിയാവുന്നതുകൊണ്ട് ഞാൻ പോകുന്നു കേട്ടോ. ദൈവമേ, അമ്മ ഇവിടെ ആൾക്കാർ വല്ലവരും ഉണ്ടാവോ? വഴി ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? അങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യാണ് കേട്ടോ.
ആ ഇത്ര ദൂരം കാടുള്ളോ? ഇല്ല, ഇനിയുണ്ട് ഗൈസ്. ഇനി അമ്മ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വഴി അറിയോ? ഞാൻ കുഞ്ഞിലെ വന്നതാട്ടാ, എനിക്കത് കാരണം പിടുത്തില്ല. അമ്മ പിന്നെ ഇവിടെയാണല്ലോ വളർന്നത്. പിന്നെ ആൾക്കാർ നടക്കണ കാരണം വഴിയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഇരുട്ടായിട്ടുണ്ട്. നിങ്ങളൊരു 4 മണി ആ ഒരു സമയമാകുമ്പോൾ കയറുന്ന രീതിക്ക് വരിക അല്ലേ അമ്മേ? ആ അതിന് മുന്നേ വന്നാൽ വെയിലായിരിക്കും. പുല്ലുകളാണ് പശുക്കള് തിന്നത് കാരണം ഇങ്ങടെ നിങ്ങളെയും കൊണ്ട് പോരും. കണ്ട അവിടെ എന്തോരം പുല്ല നിക്കണേന്ന്. അതുപോലെ പുല്ലരിയാൻ വരും. അമ്മ ഈ പശുക്കളെ ഇനി പാറയിൽ കൂടെ ഒക്കെ കയറുവോ? അവരൊക്കെ ഇത് കൂടെ കയറും. എന്റെ അമ്മേ, ജിംനാസ്റ്റിക് പശു എന്ന് തോന്നുന്നുണ്ട്. തിന്ന് വയറ് കാട്ടങ്ങോട്ട് വയറ്. ഞാൻ കൊറേ നാളുകൾക്ക് ശേഷം വരുന്നേ. ദേ കാണുന്നു നമ്മുടെ കുരിശടി. എന്റെ ഇടകപ്പള്ളി ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ ചർച്ചാണ്. അപ്പൊ അവിടെ നിന്നാണ് ഇവിടെ കൊണ്ടുവന്ന് കുരിശ് വെച്ചത്. അപ്പൊ എല്ലാ ദുഃഖ വെള്ളിയാഴ്ചകളിലും അവിടെ നിന്നും അതുപോലെ തന്നെ മുപ്പിളിയം വെള്ളാറമ്പാടം ആ ഭാഗത്തു നിന്നൊക്കെ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് ഇവിടെ ഇങ്ങോട്ട് വരാറുണ്ട്, ഇരിക്കാറുണ്ട്. അവിടെയൊക്കെ ലൈറ്റ് കത്തുണ്ട്. അതൊക്കെ ഇതൊക്കെ ഏതാമേ ഭാഗം അറിയോ? ആ പള്ളിയാണോ കാണുന്നത്? ഏകദേശം 6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വന്ന സ്ഥിതിക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാന്ന് ഓർത്തിട്ടാണ്. അപ്പൊ കാണാം. ഇത് എന്തിട്ട് മരാ? ദന്തപ്പാലാന്ന് പറഞ്ഞ മരുന്നാ? ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ചെന്നൊന്ന് മുത്തിയിട്ട് വരാന്ന് പറഞ്ഞ അമ്മ. ഞാൻ ക്യാമറ എടുക്കണല്ലോ, അപ്പം അത് കാരണം ഞാൻ ക്യാമറമാൻ. അമ്മയ്ക്ക് കുറേ നൊസ്റ്റാളജി ഉള്ള സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇവർ കത്തിക്കാൻ വേണ്ടിയിട്ട്. അമ്മ അതേ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങേണ്ട. അടുത്ത് ഞാനും കൂടെ ഒന്ന് പോയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകണം. ഇരുട്ടാവണതിന് മുന്നേ അടുത്ത സ്ഥലത്ത് എത്തണം. വഴി അറിയോ? ആന ഉണ്ടാവുമേ? ആന ഉണ്ടാവുമേ ഇവിടെ? ദൈവമേ, അമ്മ ഈ പോണുണ്ട്. ഇരുട്ടായി. ഇച്ചിരൂടെ നേരത്തെ ഞങ്ങൾ ഇറങ്ങിയതാ. പിന്നെ താഴെ അമ്മാമ്മയുടെ അടുത്ത് കുറച്ച് ഇരുന്നു. അപ്പോൾ സമയം വൈകി. വന്ന സ്ഥിതിക്ക് നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് പോവാന്നിരിക്കുന്നു. പക്ഷെ നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടാ. നേരത്തെ അവിടെ കാണുന്ന തെളിച്ച് ഇവിടെ ഇല്ല. റബ്ബർ തോട്ടം. ഇവിടെ കണ്ട റബ്ബറും മാവൊക്കെ ആയിട്ടുള്ള സ്ഥലമാണിത് ഈ പറമ്പ്. ഇവിടെ വന്ന് ഞങ്ങൾ വിറകൊക്കെ ഉണ്ടാക്കി പോവാറുണ്ട്. ഇരുട്ടായതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി നമ്മൾ അടുത്തത് പോകുന്നതാണ് നമ്മുടെ അമ്പലം കേട്ടോ. അമ്പലത്തിൻ്റെ ഭാഗങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇരുട്ടാണ് ഗൈസ്. പൊക്കോ നോക്കി കാണോ? ആ പാമ്പുണ്ടാവാണ്ടിരുന്നാൽ മതി. തിരിച്ചിറങ്ങണം ഇനി. ഇത് അതാണ് ടാസ്ക്. ഫൈനലി നമ്മൾ നമ്മുടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഞാനിതൊക്കെ കുറേ നാൾ മുന്നേ കണ്ടതാട്ടാ. ഇപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അമ്പലം. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് കയറുന്നത്. മുകളിലേക്ക് താഴെയൊക്കെ വരാറുണ്ട്. ഇവിടെ പൂജയൊക്കെ ഉണ്ട് അമ്മേ. അതിനെപ്പറ്റി ഒന്നും അറിയില്ല കേട്ടോ. ഇതാണ് എന്തായാലും നമ്മുടെ അമ്പലം. ഇതാണ് നമ്മുടെ അടുത്ത സ്പോട്ട്. ഫസ്റ്റ് സ്പോട്ട് മുനിയറയായിരുന്നു. പിന്നത്തെ സ്പോട്ട് നമ്മുടെ അമ്പലം. ഇനി നമ്മൾ അടുത്ത ഞാൻ പറഞ്ഞില്ലേ കൊക്ക പോലത്തെ സ്ഥലം ഉണ്ടെന്ന്. അതാണ് ഇനി ഇത്. ദൈവമേ, വെള്ളച്ചാട്ടം. അത് വെള്ളച്ചാട്ടല്ലേ? ആണോ? പുഴ എന്തായാലും വെള്ളമാണല്ലോ. ഉണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെള്ളച്ചാട്ടാന്നാ പറഞ്ഞത്. ദൂരെ നോക്കി പക്ഷെ അത് പുഴയാട്ടാ. അപ്പുറത്ത് വലിയൊരു പാടമൊക്കെ അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ കൊക്ക പോലെ തോന്നുന്നു. പക്ഷെ ഇതില്ലാണ്ട് വേറെ അപ്പുറം പോയി നമുക്ക് നിക്കാൻ പറ്റും. പാറമട പോലെ ഇവിടെയാണ് നല്ല ആഴത്തില് ഒരു പാറമട പോലെ കാണായിരുന്നല്ലോ. പാറമട കാണുന്നത് ആണോ? പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ഈ സൈഡിൽ വന്ന് നിന്നാലാണ് നമുക്ക് എന്താ കാണാൻ സാധിക്കുക? സൂര്യാസ്തമയം കാണാം. ഇവിടെ വന്നിരുന്ന ശരിക്കും കാണാം. അതുപോലെ സൂര്യോദയം കാണെങ്കിലും മുനിയറയിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ അതും കാണാം. ഞാൻ പറഞ്ഞ കൊക്ക പോലത്തെ സ്ഥലം പാറമടയെന്ന് തോന്നൂല്ലേ താഴെ?
പാറമട അവിടെ അറ്റത്താണ്. ഇതാണ് കൊക്ക പോലത്തെ സ്ഥലം. പക്ഷെ ഞാൻ അന്ന് വന്നപ്പോ ശരിക്കും പാറമട കാണായിരുന്നു, പാറ പൊട്ടിച്ചിട്ടാക്കണ പോലെ. കണ്ടതേ അതാണ് ആ അറ്റത്ത് കാണുന്നത്, തിണ്ട് പോലെ കണ്ട. എവിടെ? ആ അറ്റത്ത് കണ്ട, ഇതാ ആ അറ്റത്ത് കറുത്ത അതാണത്. ഇതല്ലേ? അതല്ല, അവിടെയാണ്. ഇത് വെട്ടല്ലാത്തോണ്ട്. ആ ശരി കേട്ടാ, കണ്ടത് ആ അറ്റത്താണ് ഇത്. പക്ഷെ എനിക്കിത് ഈ രാത്രി വരെ എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ അതുപോലെ തന്നെ കണ്ട മാനം ചുമന്നിരിക്കണ കണ്ട. ഇപ്പൊ മഴക്കാരുള്ളത് കൊണ്ട് സൂര്യാസ്തമയം ഇന്ന് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണിക്കായിരുന്നു. നേരത്തെ ഞാനേ വെട്ടാൻ കൂട്ടിയിട്ട് എടുത്തതാട്ടാ. ഇപ്പൊ കണ്ട സൂര്യാസ്തമയം നമ്മുടെ. മഴക്കാരുള്ളത് കൊണ്ട് സൂര്യാസ്തമയം ഇന്നിന് കാണാൻ സാധിക്കില്ല. അതിന്റെ ചുവപ്പ് കളറുകളാണ് ആ കാണുന്നത്. ക്യാമറയിൽ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടാ കാണുന്നത്, പക്ഷെ ശരിക്കും നേരിട്ട് നല്ല ചുമന്നിട്ടായിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കൊക്ക പോലത്തെ ഭാഗം. നേരിട്ട് വന്ന് കണ്ടെങ്കിലാണ് നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. കൊക്കയാണല്ലോ ദൈവമേന്ന്. ഇപ്പൊ ഇങ്ങനെ ഇതില് സ്ക്രീനിൽ കാണുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് അധികം ഇറങ്ങിയിട്ടില്ല. എന്നെ അമ്മ ഇവിടെ കൈ കൊണ്ട് പിടിച്ചു വെച്ചേക്ക. ഇറങ്ങിയിട്ട് അങ്ങനെ ഉരുണ്ടു പോയാലോ എന്ന് ഓർത്തിട്ടെ. എനിക്ക് അങ്ങനെ പരിചയമില്ലല്ലോ അധികം ഇറങ്ങി. അത് കാരണം ഞാൻ ഇവിടെ പിടിച്ചു. അങ്ങനെ നമ്മള് ഇത്തിരി ഇരുട്ടിയിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ സ്പോട്ടില് എത്തിയിട്ടുണ്ട്. ഇനി തിരിച്ചിറങ്ങണം കേട്ടാ. മറ്റേ മുസ്ലിം പള്ളിയിൽ നിന്ന് മറ്റേ ഓതണ ശബ്ദം കേൾക്കാം നമുക്ക് കേട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുതുക്കാട് പള്ളിയിലെ വെടിക്കെട്ടുകളും അതുപോലെ എല്ലാം തൃശ്ശൂരത്തി എല്ലാം കാണാം. ഇവിടെ ഇരുന്നാ മതി, എല്ലാം കാണാം. അപ്പൊ നിങ്ങളെല്ലാവരും ഒരു ദിവസം ഇറങ്ങ്. നേരിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഭംഗി നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ഈ സ്ഥലങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിസിറ്റേഴ്സ് കൂടുതൽ വരണം എന്നാണ്. അപ്പൊ നിങ്ങളെല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യാട്ടോ. എല്ലാവരും പോയി ഞങ്ങൾ തിരിച്ചിറങ്ങട്ടെ. ഇരുട്ടാവണത് കൊണ്ടേ കുറച്ചു നേരം കഴിഞ്ഞാൽ വെട്ടമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനത്തെ നമ്മൾ തിരിച്ചിറങ്ങാട്ടോ. നിങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഒരു 4 മണി ആ ഒരു റേഞ്ചിൽ വരിക. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു പോവാം. പിന്നെ ഫാമിലിയായിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരോടൊക്കെ നിന്ന് സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് പോവാം. മഴ വരുന്നുണ്ട് കേട്ടോ, മഴയുടെ ശബ്ദം കേട്ടാ. മഴ വരുന്നുണ്ട്, വേഗം വിട്ടോ. കുന്നിൻ്റെ മുകളിലാകുമ്പോൾ മഴയുടെ ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പം ഞങ്ങൾ ഓടട്ടെ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല, പാറ തെന്നും. ഒരു വ്ളോഗ് എടുക്കാൻ വന്നിട്ട് കാട്ടിക്കൂടെ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയാണെന്ന്. അങ്ങനെ ഓടി ഇങ്ങോട്ടെത്തി. ഞാൻ പറഞ്ഞില്ലേ മഴ വരുന്നുണ്ട്, മഴയുടെ ശബ്ദം കുന്നിന്റെ മുകളിൽ നമുക്ക് ഇങ്ങോട്ട് കേൾക്കാം. മഴയാ വരണ. ഇപ്പൊ നോക്കിക്കോ, ഷൂന്ന് പെയ്യും മിക്കതും. മിന്നല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ കോടയാണ് അമ്മ കാണണേ. മഴ പെയ്ത് തുടങ്ങി. അതിന് മുന്നേ താഴെ ഇനിയിപ്പൊ എനിക്ക് വഴിയൊന്നും അറിയില്ല. അമ്മ ഉള്ളോട്ട് പിന്നെ കുഴപ്പമില്ല. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പാണ്. രാത്രി ഇവിടുത്തെ ഇറങ്ങണേ. സ്കൂള് ഞങ്ങള് താഴെ എത്തിയിട്ടാ. ഇതിനകത്ത് കാരണം അത്ര വെട്ടൊന്നും ഇല്ല, വെട്ടൊക്കെ പോയി, മഴയും പെയ്തു. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടാ, ഇതാണ് ഇതണ്ടാ മഴ പെയ്തപ്പോ വെള്ളം ഒഴുകണ കണ്ട. മഴ ശക്തിയായി പെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ചെറുതായിട്ട് ഒഴുകണം. നല്ല ശക്തിയിൽ ഒഴുകും. ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി വ്ളോഗ് എടുക്കാൻ വന്നിട്ട് തിരിച്ചു പോണതാ കാണുന്നത്. വെട്ട പോലും ഇല്ലാത്തൊരു ക്ലൈമറ്റ് അല്ലേ, കണ്ണുപോലും കാണില്ല റോഡില്.